ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് പറയുന്നുണ്ട്. എന്താ പറയുക, ഓൾട്ടർനേറ്റീവായിട്ട് തേർഡ് പാർട്ടി പറയുന്നുണ്ട്, ഫീലിങ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ആരാണോ കാണുന്നത് അവർക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോൾ എന്തെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിക്കോട്ടെ, ചെറിയൊരു പിണക്കിലോ വഴക്കിലോ നിൽക്കുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്നൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം എന്താണെന്ന്. അവർ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ, എന്തെങ്കിലും സ്നേഹമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്ന് നിങ്ങൾക്കൊരു അതേ ആഗ്രഹം കാണില്ലേ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് വൈസ് പറയുന്നില്ല കേട്ടോ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിലുള്ളത്, നല്ല ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ പൊക്കോടുന്ന റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പിണക്കങ്ങളോ, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും അറിയാണ്ടൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ അതിൻ്റെ ഒരു അകൽച്ചയോ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, കൂടുതൽ റിലേഷൻഷിപ്പ് എന്നുള്ളതിലാണ് പറയുന്നത്, അല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആർക്ക് വേണേലും ഇത് റിലേറ്റ് ആവുന്നതാണ്. ഓക്കെ, സോ ഞാനിത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം സങ്കടമുണ്ട്, വളരെയധികം സങ്കടം കാണിക്കുന്നുണ്ട്. കാരണം അവർക്ക് പിണങ്ങേണ്ടി വന്നത് മേ ബി ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഇതിലാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും എന്തൊക്കെയോ വിഷമം അവർക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാരണം, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളോട് ചെയ്ത എന്തോ ഒരു പ്രശ്നത്തിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്, അവർക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു മടിയാണ്. മുമ്പ് എന്തോ ഉണ്ടായ ഒരു കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. ഓക്കെ, അവർ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഹേർട്ട്നെസ് അവർക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ചിലവരുടെ കാര്യത്തിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും തിരിച്ചു വന്നു, അല്ലെങ്കിൽ അത് മുന്നോട്ട് ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ എന്നുള്ളൊരവസ്ഥ. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പഴയൊരു ബോണ്ടിങ് ഇല്ല, പഴയ ഒരു നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള സംസാരം ഇല്ല, ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ ഒരു ഫീല് ഞാൻ പലരിലും കാണുന്നുണ്ട്. അതും മേ ബി നിങ്ങൾക്ക് ഇടയിലുണ്ടായ എന്തോ ഒരു സംസാരം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ആയിക്കോട്ടെ, അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പഴയതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കാനോ, ഇടിച്ചു കയറി വന്ന് മിണ്ടാനോ, അല്ലെങ്കിൽ ഇതെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അല്ലേ, എൻ്റെ കമ്പനിയല്ലേ, അങ്ങനെ എന്നെ വിട്ട് പോകത്തില്ല, വേറെ ഇഷ്യൂസ് ഒന്നും നമുക്കിടയിലില്ല എന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ അവർ, ഞാനിപ്പോൾ ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് മാത്രം പറയുന്നില്ല, കാരണം എനിക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. ഓക്കെ, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്ഥാനമാണുള്ളത്. എന്ത് കാര്യത്തിനാണെങ്കിലും, അവരിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കണം, നിങ്ങൾ വേണം, അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളിന് അവരിപ്പോൾ ഒരു റിസപ്ഷന് പോവുകയാണ്, അവൾ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കുകയാണ്, അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് അറിയിക്കേണ്ടതായിരുന്നു, പക്ഷേ അങ്ങനെയുള്ളൊരിത് അതിനെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഒരു കുറവ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം തോന്നുമായിരിക്കും അവർക്ക് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ടെക്സ്റ്റെങ്കിലും ചെയ്യുമായിരുന്നു എന്നുള്ളൊരിത്. പിന്നെ വേറൊരു കാര്യം, ഈ രണ്ട് കൂട്ടർക്കിടയിൽ ആർക്കാണെന്ന് എനിക്കറിയത്തില്ല, നല്ലൊരു ഈഗോ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോ കാണുന്നുണ്ട്, അത് മേ ബി ആ പേഴ്സൺ ആയിരിക്കും. ആ ഈഗോയുടെ ഒരു കാരണം കൊണ്ടും മുന്നോട്ട് വരാനായിട്ട് മടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് വൈസ് ആയിക്കോട്ടെ, ഇതിലുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഈഗോ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഈഗോ എന്നുള്ള ഒരു കാര്യം എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഈഗോയുടെ പേരിലും വരാനായിട്ട് മടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് എടുത്ത് കാണിക്കുന്ന ഒരു പോയിന്റാണ്. സോ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ട് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങളില്ലാണ്ട് പറ്റാത്തൊരവസ്ഥയിലാണ്, പക്ഷെ അത് നിങ്ങളടുത്ത് പുറമേ കാണിക്കുന്നില്ല, അത് നിങ്ങളും കാണിക്കുന്നില്ലായിരിക്കും, ആ വ്യക്തിയും കാണിക്കുന്നില്ലായിരിക്കും. അതാണ് ഈഗോയുടെ കാര്യം പറയുന്നത്. വരണം എന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ മൊബൈൽ എടുത്തിട്ടൊന്ന് കുറച്ച് നേരം ടൈപ്പ് ചെയ്യും, എന്നിട്ട് ബാക്ക് അടിക്കും.
അല്ലെങ്കിൽ വിളിക്കണം എന്ന് വിചാരിക്കും, വേണ്ട വിളിക്കണ്ട, അത് എൻ്റെ വാല്യൂ കളയുന്നതിന് കൂട്ടത്താവും, ഞാൻ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. മേ ബി നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. എനിക്കിതിൽ ഏത് കൂട്ടരാണെന്ന് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല. രണ്ടുപേർക്കും ഒരുപോലെ ഒരു മിസ്സിങ് ഇതായിട്ട് കാണിക്കുന്നുണ്ട്, ഈഗോയും ഉണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റില്ല. വിട്ടുകൊടുക്കാൻ പറ്റാത്ത മനോഭാവം ഉള്ളതായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേർക്കും അവരുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം വിഷമമുണ്ട്, അതിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതിപ്പോൾ ആരുടെടുത്തൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാലും ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് ഈക്വലാകില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പുറമേ അതിങ്ങനെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ മേ ബി ഷെയർ ചെയ്തു എന്ന് വന്നിരിക്കാം. ഓക്കെ, ബെസ്റ്റ്. അല്ലാണ്ട് അതിപ്പോൾ എനിക്ക് ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ എന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളങ്ങനെ പുറമെ നടക്കുന്നത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലാണുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങളെ എവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും, എസ്പെഷ്യലി ഇനിയിപ്പോൾ ആ ഒരു പേഴ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആ ഒരു പേഴ്സണ് എന്തായിരുന്നോ വഴക്ക് പ്രശ്നങ്ങളെല്ലാം നിർത്തിയിട്ട് പിന്നെയും വന്ന് മിണ്ടണം, പിന്നെ ഒരു റീസ്റ്റാർട്ട് വേണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു കാര്യം അതിനിടയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഞാൻ പറഞ്ഞ ഈഗോയോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന മെമ്മറീസ് അവരെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതായിക്കോട്ടെ, എവിടെയെങ്കിലും പോയതായിക്കോട്ടെ, നിങ്ങളുമായിട്ട് സംസാരിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിക്കോട്ടെ. സോ അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ കിട്ടിക്കൊള്ളുന്ന കെയർ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അവർ വേറെ ഒരിടത്തുനിന്ന് ട്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലത്തെ ഒരു വൈബോ അവർക്ക് കിട്ടുന്നില്ല. അത് മേ ബി അവർ മനസ്സ് വയ്ക്കാത്തതുകൊണ്ടായിരിക്കാം. അതർവൈസ് അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വന്നു ചേർന്നാൽ പോലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് കുറച്ച് നേരം ആർക്കെങ്കിലും സംസാരിച്ചാലോ ഒരു സ്ഥലത്തേക്ക് പോയാലോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലോ അവർക്ക് ഫീൽ ചെയ്യും അതങ്ങനെ ആയിരുന്നില്ലല്ലോ, ആ ഒരു പേഴ്സൺ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നോട്, വളരെ ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഇവിടെ മിങ്കിളാകാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് അതിലേക്ക് തിരിച്ചു വരാൻ, ഞാൻ എന്നുള്ള ഒരാളിലേക്ക് ബാക്ക് ടു വരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, ഈ ഒരു പേഴ്സൺ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത ഉള്ളത്, എല്ലാവരും പോലെ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരോട്, അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ആ ഒരു പേഴ്സണ് എന്നെ വേണ്ട, അവൻ അല്ലെങ്കിൽ അവൾ പൂർണ്ണമായിട്ടും പോയി, എന്നെ മിസ് ചെയ്യുന്നില്ല, അതുകൊണ്ടല്ല എനിക്കൊരു ടെക്സ്റ്റ് പോലും അയക്കാത്തതെന്ന്. നെവർ, അങ്ങനെ ഒരിക്കലും അല്ല. അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്തപ്പോഴായിരിക്കും എൻ്റെ വീഡിയോ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡെസ്പിലിരിക്കുന്ന സമയത്തെങ്ങാനും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഹാപ്പിനെസ് തരുന്ന മെസ്സേജാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ ഒന്നുകൊണ്ട് ഡെസ്പാവുകയൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോഴത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മുന്നോട്ട് വരുന്ന സമയത്ത്, അതായത് ഇത് കുറച്ചും കൂടെ ഫോർവേഡ് പോകുന്ന ടൈമിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു, അത് മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ അവരുണ്ടാക്കിയിട്ടോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വഴിയായിരിക്കും അവർ മിക്കവാറും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു ഇതും അവർ മിണ്ടുന്നില്ല, അവർക്ക് എന്നെ വേണ്ടെന്നുള്ളതൊന്നും കാര്യമൊക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എടുത്തടിച്ച് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനോ കാര്യത്തിനോ വേണ്ടി നിങ്ങൾ പോകരുത്. അത് പിന്നെ ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടാക്കാൻ കാരണമുണ്ട്. സോ അവർക്ക് അതിനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവട്ടെ, നിങ്ങളുടെ വാല്യൂ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന സമയമ്പോൾ അവർ തിരിച്ചു വരും. കാരണം അവർക്ക് വേറെ ഒരിടത്തും പോകാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങളടുത്ത് ഈ ഒരു സമയത്ത് വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെന്തായാലും തീർച്ചയായിട്ടും വരുമെന്നാണ് കാണിക്കുന്നത്. സോ അതിനെപ്പറ്റി ആലോചിച്ച് ആരും വറി ചെയ്യേണ്ട. അത് എനിക്ക് ഒരുപാട് ഈ കാർഡ്സിൽ കോമൺ ആയിട്ട് എനിക്ക് കൂടുതലായിട്ട് എടുത്തപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ, തിരിച്ച് വരുമെന്ന്. അതുകൊണ്ട് ആരും വറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർക്ക് അങ്ങനെ ഇഷ്ടമാണ് എന്നൊന്നും ചിന്തിക്കേണ്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാവുന്നതാണ്. എന്താണ് ഏഞ്ചൽസിന് തരാനുള്ള മെസ്സേജ്? ഓക്കെ, ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് കാർഡ്സ് പോയി, എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് ഫസ്റ്റ് വന്ന് വീഴുന്ന കാർഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും. തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പരിഗണിക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം.
ഈ ഒരു റീഡിങ്ങിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് നിന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ അങ്ങനത്തെ വിഷയമില്ല, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിലറിയാം എങ്ങനെയാണെന്ന്, പക്ഷെ എന്തുകൊണ്ടോ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഒരു കാർഡ് താഴെ പോയി എടുക്കാം കേട്ടോ. ഓക്കെ, സോ ഇതെനിക്ക് ആദ്യം കിട്ടിയതായിരുന്നു, പിന്നെ ഷഫിൾ ചെയ്തപ്പോൾ പിന്നെ അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കാണിക്കുന്നുണ്ട് തിരിച്ചു വരുന്നത്. ഞാൻ എന്തായാലും പറഞ്ഞല്ലോ തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് എത്ര സമയം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതിനാണ് ഏഞ്ചലായിട്ടൊരു മെസ്സേജ് തന്നിട്ടുണ്ട് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സൺ തിരിച്ചു വരണം എന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുക തിരിച്ചു വരാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. പറയാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതിനേക്കാളും വളരെ ബെറ്ററായിട്ട് ഒരുപാട് സ്നേഹവും റിലേഷൻഷിപ്പിൽ നല്ലൊരു മെച്യൂരിറ്റി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതെനിക്കൊരു ഏഞ്ചൽ മെസ്സേജസിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.